പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ ഒരു വിഭാഗം ഡോക്ടർമാരും പെരുമ്പാവൂർ എംഎൽഎ മനോജ് മൂത്തേടനും തമ്മിലുണ്ടായ തർക്കത്തിൽ വിശദീകരണവുമായി എംഎൽഎ രംഗത്ത്. ശരിക്കും അവർ തന്നോടാണ് മോശമായി പെരുമാറിയതെന്നും എന്നിട്ടും ഇക്കാര്യത്തിൽ യാതൊരു പരാതിയും താൻ പറഞ്ഞിട്ടില്ലെന്നും എംഎൽഎ. മൃതദേഹം ആശുപത്രിയിലെ ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത്. പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഒരു വിഭാഗം ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം നടത്തിയ സമരം തീർത്തും അനാവശ്യമായിരുന്നു എന്ന് പെരുമ്പാവൂർ എംഎൽഎ മനോജ് മൂത്തേടൻ വ്യക്തമാക്കി. OP ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തിയ ഡോക്ടർമാർ പൊതുജനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 5-ാം തീയതി മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. എന്നാൽ HMC കമ്മിറ്റി കൂടി ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷം ചില ഡോക്ടർമാർ നടത്തിയ സമരം ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്നും MLA കൂട്ടിച്ചേർത്തു. ഈ ബോഡിയുടെ കൂടെ ബോഡി ഫ്രീസറിൽ വെക്കണമെന്ന് പറഞ്ഞ കത്ത് കൊടുത്തുവിട്ട ജനപ്രതിനിധി CPM ജനപ്രതിയാണ്. ഞാൻ CPM ജനപ്രതിയാണെന്നോ കോൺഗ്രസ് ജനപ്രതിയാണെന്നോ ഒന്നും നോക്കിയിട്ടില്ല. ഇതൊരു പൊതുജനങ്ങളുടെ വിഷയമാണ്. പൊതുവായ ഒരു കുടുംബത്തിലുണ്ടായ പെട്ടെന്നുണ്ടായ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെടാൻ വേണ്ടി ചെന്നതാണ്. അതുകൊണ്ടാണ് അങ്ങനെ ബോഡി ഫ്രീസറിൽ വെക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ MLA ഒക്കെ മാറി വന്നതൊക്കെ ഇവർക്ക് വല്ല അസ്വസ്ഥത എനിക്കറിയില്ല. സ്വാഭാവികമായിട്ടും അങ്ങനെ എന്തെങ്കിലും കാര്യമാണോ UDF-ന്റെ MLA ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കൊന്നറിയില്ല. പക്ഷെ ഇതൊരു സമീപനം ശരിയല്ല. ഇത്തരത്തിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന നിലപാടുമായി ഡോക്ടർമാർ മുന്നോട്ട് പോയാൽ ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം HMC യോഗം കൂടി ഇത് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു, ഫ്രീസറിൽ ഇങ്ങനെ വീട്ടിൽ വെച്ച് മരണപ്പെടുന്ന ആളുകൾ, ഫ്രീസറിൽ മരണപ്പെടുന്ന ആളുടെ ബോഡികൾ, മൃതദേഹങ്ങൾ ഫ്രീസറിൽ വെക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന് HMC കമ്മിറ്റി കൂടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ പ്രതിഷേധമായിട്ട് ഇവർ വരുന്നത് ഇവർക്ക് ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അവരുടെയൊക്കെ മൃതദേഹങ്ങളോട് പോലും അനാദരവ് കാണിക്കുന്ന ഈ സമീപനം ശരിയല്ല. ഈ സമീപനം അവർ അവസാനിപ്പിക്കണം. തെറ്റായ പ്രചരണം നടത്തുന്ന ഈ ഡോക്ടർമാരുടെ നിലപാട് തിരുത്തണമെന്ന് കൂടിയാണ് എനിക്ക് ആവശ്യപ്പെടാറുള്ളത്. ശരിക്കും അവർ തന്നോടാണ് മോശമായി പെരുമാറിയതെന്നും എന്നിട്ടും ഇക്കാര്യത്തിൽ യാതൊരു പരാതിയും താൻ പറഞ്ഞിട്ടില്ലെന്നും MLA പറഞ്ഞു. ഇനിയിപ്പോ MLA വന്ന് പറഞ്ഞതിന്റെ പേര് ഇനി സമ്മതിച്ചാൽ എന്തോ ഈഗോ പോലെ അവര് വളരെ ഇതായി ഞങ്ങൾ വെക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി എന്നോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞാനപ്പോ സൂപ്പറിനെ വിളിച്ചു. കാരണം MLA പോയിട്ട് ഇനിയിപ്പോ ഒരു തർക്കത്തിന് കണ്ടത് ഞാൻ സൂപ്പറിനെ വിളിച്ചു. സൂപ്പറിന്റെ ഇതാണ് കാര്യം, ഇവർ പറയുന്നതിൽ ഒരു ന്യായമില്ല, ഇവർ പറയുന്നത് ശരിയല്ല. 1.5 മണിക്കൂറിലധികം ഇപ്പൊ ബോഡി കാഷ്വാലിറ്റി മുമ്പിൽ ഇങ്ങനെ അനാഥമായി കിടക്കുകയാണ്. അവരുടെ കുടുംബം ആംബുലൻസിൽ ബോഡി കിടക്കുന്ന ഒരു കുടുംബം താഴെ നിൽക്കുകയാണ്. ഇത് ശരിയല്ല. അതുകൊണ്ട് ഇത് ബോഡി വെക്കണം. ഈ ബോഡി പോലീസിന് NOC വേണ്ട കേസുകൾ എന്താണ് എന്നുള്ളത് ഞാൻ ഡോക്ടറോട് പറഞ്ഞു. നമ്മുടെ നാട്ടിൽ എത്രയോ പേർ അങ്ങനെ മരിക്കുന്നു. ഏതെങ്കിലും പോലീസിന് NOC വാങ്ങിച്ചാണോ ഈ പള്ളിയിൽ അടക്കം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതല്ലോ. എത്രയോ പേര് അങ്ങനെ മരണപ്പെടുന്നു. അപ്പോൾ ബന്ധുക്കൾ വിദേശത്തായതിന്റെ പേരിൽ അങ്ങനെ മരണപ്പെട്ട ഒരാളുടെ ബോഡിയുമായി ഇവിടേക്ക് വന്നപ്പോൾ അത് യാതൊരു മാനുഷിക പരിഗണനയില്ലാതെ എന്നാൽ ഡോക്ടർക്ക് ഒന്ന് പോയിട്ട് ആംബുലൻസിൽ പോയി നോക്കാം. 1.5 മണിക്കൂറധികം ഈ ബോഡി അനാഥമാക്കിയിട്ട് ഞാൻ പിന്നെ വന്ന് പറഞ്ഞതിന് ശേഷമാണ്, പിന്നെ അതിനുശേഷം സൂപ്രണ്ട് വിളിച്ചതിന് ശേഷമാണ് സൂപ്രണ്ട് വിളിച്ച് ഇവരോട് ബോഡി നോക്കാം, ഇത് ഫ്രീസറിൽ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോയി ബോഡി നോക്കി. ബോഡി നോക്കിയതിന് ശേഷം ഇവർ പറയാണ് ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് 1.5 മണിക്കൂർ 2 മണിക്കൂറായി. ഇവർ ബോഡി നോക്കുമ്പോൾ ബോഡി നോക്കിയിട്ട് പറയാണ് ഇനി ECG നോക്കണമെന്ന്. ECG നോക്കിയിട്ട് വേണം, ECG വെച്ച് പരിശോധിച്ചിട്ട് വേണം മരണം സ്ഥിരീകരിക്കാൻ എന്ന് ഡോക്ടർ പറയാണ്. മോർച്ചയുടെ മുമ്പിൽ ഈ ഒരു ആംബുലൻസിൽ ബോഡി കിടക്കുന്ന ബോഡി നോക്കിയിട്ട് പറയാം ഇനി ECG നോക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സൂപ്രണ്ടെ അപ്പൊ ആ സമയത്ത് ഞാൻ ഇവിടെ തർക്കത്തിന് പോയില്ല കേട്ടോ. ഞാൻ സൂപ്രണ്ട് വിളിച്ചു, സൂപ്രണ്ടെ ഇത് ഇത്രയും മണിക്കൂറായ ഒരു കേസ് ഇനി ECG കൂടി നോക്കിയിട്ട് വേണോ എന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് അവരോട് പറഞ്ഞു ഇത് ബോധ്യപ്പെട്ട കേസല്ലേ, പിന്നെ എന്തിനാണ് ECG നോക്കുന്നതെന്ന് പറഞ്ഞ് ഫ്രീസറിൽ ബോഡി വെക്കാൻ പറഞ്ഞു. ഫ്രീസറിൽ ബോഡി വെച്ചു. ആ കാര്യങ്ങൾ കഴിഞ്ഞു. ഉന്നത ഉദ്യോഗസ്ഥരുടെ വാക്കുകൾ പോലും ധിക്കരിക്കുന്ന ചില ഡോക്ടർമാരാണ് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ ഉള്ളതെന്നും സംസ്ഥാനത്ത് ഭരണം മാറിയതിലുള്ള അസ്വസ്ഥത ഇവരിൽ ചിലർക്കുണ്ടെന്നും പെരുമ്പാവൂർ MLA ആരോപിച്ചു. ആശുപത്രിയിൽ മൃതദേഹം ഫ്രീസറിൽ വെക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സമരം ചെയ്ത ഡോക്ടർമാർ, ഈ KGMO എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ഡോക്ടർമാർ ഇവിടെ ഉണ്ട്. അവരിപ്പോ ഈ വിഷയം പറഞ്ഞ് പ്രതിഷേധം നടത്തിയല്ലോ. ഈ താലൂക്ക് ആശുപത്രിയിൽ ഏറ്റവും മനോഹരമായി അല്ലെങ്കിൽ നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു ഗൈനിക് വാർഡുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ ഒരു ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. കഴിഞ്ഞ കുറേ നാളുകളായി 2 ഗൈനിക് ഡോക്ടർമാരുണ്ടായിരുന്നിട്ട് ഇവിടെ ഒരു ഓപ്പറേഷൻ പോലും നടക്കുന്നില്ല. ഒരാളെ പോലും അവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ല. ഒരാൾക്ക് പോലും അവിടെ പ്രസവം നടക്കുന്നില്ല. ആ രീതിയിലുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ട് ഈ ഡോക്ടർമാർ, ഈ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്ന ഈ ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വല്ല പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ നിരുത്തരവാദപരമായി പെരുമാറുന്നവർക്ക് കൊട പിടിക്കുന്നവരായി ഈ KGMOയുടെ ആളുകൾക്ക് മാറുകയാണ്. ഞാൻ ഈ മാസം തന്നെ ഒരു പൊതു അദാലത്ത് പോലെ ഞാൻ ഒന്ന് ജനങ്ങളെ കേൾക്കാൻ വേണ്ടി ഒരു പരിപാടി അവിടെ ആശുപത്രിയിൽ ആലോചിക്കുന്നുണ്ട്. ആളുകൾ പറയട്ടെ, ആളുകൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടായെന്ന് ആളുകൾ പറയട്ടെ, അത് ഈ ഡോക്ടർമാരും കേൾക്കട്ടെ. മേലുദ്യോഗസ്ഥന്മാർ പറഞ്ഞത്, ഇനി അവർ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ അവർക്ക് പരാതി കൊടുക്കാം. അതിന് പകരം മേലുദ്യോഗസ്ഥൻ പറഞ്ഞത് എനിക്ക് വലിയ മാനസിക സംഘർഷം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അർത്ഥമുണ്ടോ? മേലുദ്യോഗസ്ഥന്മാര് എന്തെങ്കിലും ഇല്ലാതെ പറയോ? പ്രത്യേകത ഇല്ലാതെ പറയില്ലല്ലോ.
അപ്പോൾ മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കാൻ പോലും മടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രൂപത്തിലേക്ക് പോകുന്നത് ശരിയല്ല. ഇതൊരു ജനാധിപത്യ സംവിധാനമുള്ള സംസ്ഥാനമാണ്. ഒരു ജനാധിപത്യ സിസ്റ്റത്തിലൊക്കെ മാറ്റം ഉണ്ടായെന്നുള്ളത് ഇപ്പോഴെങ്കിലും ഡോക്ടർമാർ ബോധ്യപ്പെടണം. ന്യൂസ് ബ്യൂറോ പെരുമ്പാവൂർ. കാലത്തിന്റെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് പുതിയ തലമുറയെ കരുത്തരാക്കുന്ന വിദ്യാഭ്യാസം, അതാണ് മൗണ്ട് കാർമൽ കോളേജ് കറുകടം നൽകുന്നത്. നോ ഡൊണേഷൻ, യൂണിവേഴ്സിറ്റി ഫീ മാത്രം. അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, ഹോസ്റ്റൽ സൗകര്യം ലഭ്യമാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ശരിയായ ദിശ നൽകാൻ മൗണ്ട് കാർമൽ കോളേജ് കറുകടം.